ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി തൊക്ക് അഥവാ തക്കാളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു 4 പഴുത്ത തക്കാളി തെക്കനങ്ങ് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി നന്നായി അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി തൊലി കളഞ്ഞത് മുഴുവനായി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിടി വേപ്പിലയും ചേർത്ത് നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നന്നായി ഗോൾഡൻ നിറമായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായി ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ തക്കാളി തൊക്ക് അഥവാ തക്കാളി അച്ചാർ ഏകദേശം വറ്റി കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂടോർക്കിനെ തന്നെ ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് നല്ല ചൂട് ചോറിനൊപ്പമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.